Hi dear students, welcome back to Alex E Academy. ഈ ഒരു ലെക്ചറിൽ MCN 301 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ 9th ലെക്ചറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡെഫിനിഷൻ ആൻഡ് മീനിങ്സ് ഓഫ് കീ ടേംസ് ഇൻ ഡിസാസ്റ്ററിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ അടുത്തൊരു ടേം എന്ന് പറഞ്ഞാൽ റിസ്ക് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. റിസ്ക് ഈസ് എ മെഷർ ഓഫ് expected losses due to a hazard event occurring in a given area over a specific time period. അതായത് ഒരു സ്പെസിഫിക് ടൈം പീരീഡിൽ ഒരു ഏരിയയിൽ ഒരു ദുരന്തം ഉണ്ടാവുകയാണെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന എക്സ്പെക്റ്റഡ് ലോസുകൾ, നഷ്ടങ്ങൾ, അതിനെയാണ് നമ്മൾ റിസ്ക് എന്ന് പറഞ്ഞ് സൂചിപ്പിക്കുന്നത്. റിസ്ക് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ദ പ്രോബബിലിറ്റി ഓഫ് എ പർട്ടിക്കുലർ ഹസാർഡസ് ഇവൻറ്റ് ആൻഡ് ദ ലോസ് ഈച്ച് വുഡ് കോസ്. അതായത് ഒരു ഹസാർഡ്, അപകടം ഉണ്ടാകാനുള്ള പ്രോബബിലിറ്റി എത്രയാണോ അത് കൂടാതെ അതുകൊണ്ടുണ്ടാകുന്ന ലോസസ്, ഇത് രണ്ടിൻ്റെയും ഫംഗ്ഷനാണ് റിസ്ക് എന്ന് പറയുന്നത്. ദ ലെവൽ ഓഫ് റിസ്ക് ഡിപ്പെൻഡ് ഓൺ ദ നേച്ചർ ഓഫ് ഹസാർഡ്, വൾണറബിലിറ്റി ഓഫ് ദ എലമെൻറ്റ് വിച്ച് ആർ അഫക്റ്റഡ്, എക്കണോമിക് വാല്യൂ ഓഫ് ദീസ് എലമെൻറ്റ്സ്. അപ്പോൾ റിസ്കിൻ്റെ ലെവലിന് ഡിപ്പെൻഡ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സാണ്. എന്ത് നേച്ചറിലുള്ള ഹസാർഡ്, അപകടമാണോ ഉണ്ടാകുന്നത്, അതേപോലെ ഈ അപകടം ഉണ്ടാകുമ്പോൾ അഫക്റ്റ് ചെയ്യുന്ന കുറേ എലമെൻറ്റ്സ് ഉണ്ടാവും അല്ലേ. നമ്മുടെ ആൾക്കാർ, നമ്മുടെ കുടുംബം, നമ്മുടെ ബിൽഡിങ്, നമ്മുടെ നമ്മുടെ എംപ്ലോയ്മെൻറ്റ്. അപ്പോൾ അങ്ങനെ ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ടാവും. ഈ എലമെൻറ്റ്സിൻ്റെയൊക്കെ വൾണറബിലിറ്റി, ദുർബലത, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതേപോലെ ഈ എലമെൻറ്റ്സിൻ്റെ എക്കണോമിക് വാല്യൂ, സാമ്പത്തിക വാല്യൂ എന്താണ്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇത് 3 ഒരു റിസ്കിൻ്റെ ലെവലിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ്. എ കമ്മ്യൂണിറ്റി ഓർ ലൊക്കാലിറ്റി ഈസ് സെഡ് ടു ബി അറ്റ് റിസ്ക് വെൻ ഇറ്റ് ഈസ് എക്സ്പോസ്ഡ് ടു ഹസാർഡ് ആൻഡ് ഈസ് ലൈക്ലി ടു ബി അഡ്വേഴ്സ്ലി അഫക്റ്റഡ് ബൈ ഇറ്റ്സ് ഇമ്പാക്റ്റ്. അപ്പോൾ നമ്മളൊരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഒരു ലോക്കൽ ഏരിയ നമ്മൾ റിസ്കിലാണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ഹസാർഡുമായിട്ട് നമ്മൾ എക്സ്പോസ്ഡ് ആണെങ്കിൽ, അതുപോലെ അതുകൊണ്ടുണ്ടാകുന്ന എഫക്റ്റ് അല്ലെങ്കിൽ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണെങ്കിൽ നമ്മൾ പറയും നമ്മൾ റിസ്കിലാണെന്ന് പറയും. നമ്മുടെ ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ ലൊക്കാലിറ്റി റിസ്ക് ഫാക്ടർ അല്ലെങ്കിൽ റിസ്കിലാണെന്ന് നമ്മൾ പറയും. റിസ്ക് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ ദ ഫോളോയിങ് ഇക്വേഷൻ. റിസ്കിനെ നമുക്ക് താഴെ പറയുന്ന ഇക്വേഷൻ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. റിസ്ക് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ഹസാർഡ് ഇൻറ്റു ഡിഗ്രി ഓഫ് വൾണറബിലിറ്റി. അപ്പോൾ ഒരു ലൊക്കാലിറ്റിയിലെ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടത്തിൻ്റെ പ്രോബബിലിറ്റി എത്രയാണോ ഇൻറ്റു അതുകൊണ്ടുണ്ടാകുന്ന അവിടുത്തെ ഡിഗ്രി ഓഫ് വൾണറബിലിറ്റി, അവിടുത്തെ ദുർബലതയുടെ ഡിഗ്രി, അത് വെച്ചിട്ട് നമുക്ക് റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ദർ ആർ ഡിഫറെൻറ്റ് വേസ് ഓഫ് ഡീലിംഗ് വിത്ത് റിസ്ക്. റിസ്ക്കുമായിട്ട് ഡീൽ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ചധികം വേസ് ഉണ്ട്. അതിൽ പറയുന്ന 4 റിസ്ക് അക്സെപ്റ്റൻസ്, റിസ്ക് അവോയ്ഡൻസ്, റിസ്ക് റിഡക്ഷൻ, റിസ്ക് ട്രാൻസ്ഫർ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ആദ്യം റിസ്ക് അക്സെപ്റ്റൻസ് ആണ്. ആൻ ഇൻഫോംഡ് ഡിസിഷൻ ടു അക്സെപ്റ്റ് ദ പോസിബിൾ കോൺസിക്വൻസ് ആൻഡ് ലൈവ്ലിഹുഡ് ഓഫ് എ പർട്ടിക്കുലർ റിസ്ക്. അതായത് റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഫോംഡ് ഡിസിഷനാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു തീരുമാനമാണ്. അതായത് റിസ്ക് കൊണ്ട് ഇന്ന കോൺസിക്വൻസും റിസ്ക്കും ഒക്കെയാണ് ഉള്ളത്, നമ്മുടെ ലൈവ്ലിഹുഡിന് ഇന്ന റിസ്ക്കും കോൺസിക്വൻസൊക്കെയാണ് ഉള്ളതെന്നുള്ളത് നമ്മൾ നേരത്തെ ഇൻഫോംഡ് ആകുന്ന രീതിയാണ്. റിസ്ക് അവോയ്ഡൻസ് എന്ന് പറഞ്ഞാൽ ആൻ ഇൻഫോംഡ് ഡിസിഷൻ ടു അവോയ്ഡ് ദ ഇൻവോൾവ്മെൻറ്റ് ഇൻ ആക്ടിവിറ്റീസ് ലീഡിങ് ടു റിസ്ക് റിയലൈസേഷൻ. റിസ്ക് ഉണ്ടാകാൻ ചാൻസസ് ഉള്ള മേഖലകൾ, ആക്ടിവിറ്റീസിൽ നിന്ന് നമുക്ക് അതിനെ എങ്ങനെ അവോയ്ഡ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻഫോംഡ് ഡിസിഷനാണ്. അടുത്ത റിസ്ക് റിഡക്ഷനാണ്. ഇറ്റ് റെഫേഴ്സ് ടു ദ ആപ്ലിക്കേഷൻ ഓഫ് അപ്രോപ്രിയേറ്റ് ടെക്നിക്സ് ടു റെഡ്യൂസ് ലൈവ്ലിഹുഡ് ഓഫ് റിസ്ക് ഒക്കറൻസ് ആൻഡ് കോൺസിക്വൻസ്. ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു റിസ്ക്, അതിൻ്റെ ഒക്കറൻസ്, അതിൻ്റെ കോൺസിക്വൻസും, അതിനെ നമുക്ക് എന്തൊക്കെ ടെക്നിക്സ് വഴി നമുക്കതിനെ റെഡ്യൂസ് ചെയ്യാം, ആ റിസ്കിനെ റെഡ്യൂസ് ചെയ്യാം. റിസ്ക് ട്രാൻസ്ഫർ. ഇറ്റ് ഇൻവോൾവ് ഷിഫ്റ്റിംഗ് ഓഫ് ദ ബേർഡൻ ഓഫ് റിസ്ക് ടു അനദർ പാർട്ടി. വൺ ഓഫ് ദ മോസ്റ്റ് കോമൺ ഫോംസ് ഓഫ് റിസ്ക് ട്രാൻസ്ഫർ ഈസ് ഇൻഷുറൻസ്. അതായത് നമുക്കുണ്ടാകുന്ന റിസ്കിനെ നമുക്ക് എങ്ങനെ ഒരു പരിധി വരെ നമ്മുടെ ആ റിസ്ക് കൊണ്ടുള്ള ബേർഡനെ ഒരു അടുത്ത പാർട്ടിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതിൻ്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഇൻഷുറൻസ്. നമ്മളെല്ലാവരും ഇപ്പോൾ ബൈക്ക് ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ടുള്ള ആൾക്കാരായിരിക്കും. എന്തിനാണ് നമ്മൾ ബൈക്ക് ഇൻഷുറൻസ് എടുക്കുന്നത്? നമുക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു റിസ്ക് കൊണ്ട് ഒരു അപകടം ഉണ്ടായാൽ നമുക്കുണ്ടാകാൻ പോകുന്ന ആ ഒരു ഫിനാൻഷ്യൽ ലോസിനെ പകുതി കൂടുതലും നമുക്ക് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് ക്ലെയിം ചെയ്തെടുക്കാം. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ബേർഡനെ നമ്മൾ വേറൊരു പാർട്ടിയുമായിട്ട് ഷെയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ റിസ്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അടുത്ത എലമെൻറ്റ് അറ്റ് റിസ്ക് ഡ്യൂറിങ് ആൻഡ് ആഫ്റ്റർ ഡിസാസ്റ്റർ. ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുന്ന സമയത്ത്, ദുരന്തം ഉണ്ടാകുന്ന സമയത്തോ അത് കഴിഞ്ഞിട്ടോ എന്തൊക്കെ എലമെൻറ്റ്സ് ആണ് റിസ്കിലുള്ളത്? നമുക്കറിയാം, പീപ്പിൾ, ലൈഫ് സ്റ്റോക്ക്, റൂറൽ ഹൗസ് സ്റ്റോക്ക്, ഹൗസസ്,
ക്രോപ്സ്, ട്രീസ്, ടെലിഫോൺ, ഇലക്ട്രിക് പോൾസ്, ബോർഡ്സ്, ലൂംസ്, വർക്കിംഗ് ഇംപ്ലൻസ്, പേഴ്സണൽ പ്രോപ്പർട്ടി, ഇലക്ട്രിസിറ്റി, വാട്ടർ, ഫുഡ് സപ്ലൈ, ഇൻഫ്രാസ്ട്രക്ചർ സപ്ലൈ. ഇതൊക്കെയാണ് യൂഷ്വലി നമുക്കൊരു ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് റിസ്ക്കിലാകുന്ന സാഹചര്യങ്ങൾ. നമ്മൾ നേരത്തെ ഇപ്പോൾ പറഞ്ഞ പോയിൻറ്റ്സാണ്. ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ഉള്ള സിറ്റുവേഷനാണ്. അതേപോലെ കന്നുകാലികൾ അല്ലേ, നമ്മളെന്തായാലും നമ്മുടെ ജീവൻ രക്ഷിക്കാൻ ഓടുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ റിസ്ക് ആയിട്ടുള്ളത് കന്നുകാലികളാണ്. അതേപോലെ റൂറൽ ഹൗസ് സ്റ്റോക്ക്, നമ്മുടെ വീടുകൾ, ഇതെല്ലാം നമ്മൾ ഉപേക്ഷിച്ചായിരിക്കും നമ്മൾ പോകുന്നത്. ക്രോപ്സ്, അതുപോലെ ട്രീസ്, ഇതൊന്നും നമ്മൾ ആ സമയത്ത് കെയർ ചെയ്യത്തേയില്ല. ടെലിഫോൺസ്, ഇലക്ട്രിക് പോൾസ്, ബോട്ട്സ്, നെയ്ത്ത് ശാലകൾ, ലൂംസ്, നമ്മുടെ വർക്ക് പ്ലേസ്, പേഴ്സണൽ പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ സൂക്ഷിച്ച് വെച്ചേക്കുന്ന സാധനങ്ങൾ, ഇലക്ട്രിസിറ്റി, വാട്ടർ, ഇതെല്ലാം ആ സമയത്ത് റിസ്ക്കിലുള്ളതാണ്. അടുത്തത് പ്രിപ്പയർഡ്നെസ് ആണ്. അതായത് ഒരു അപകടം ഉണ്ടാകും എന്ന് നമുക്കറിയാമെങ്കിൽ നമുക്കതിനെ എങ്ങനെ മുൻകരുതലുകൾ പ്രിപ്പയർഡായിട്ട് ഇരിക്കാം. This protective process embraces measures which enables governments, communities and individuals to respond rapidly to disaster situation to cope with them effectively. അതായത് നമ്മുടെ ഗവൺമെൻറ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെ അതിനെ എഫക്റ്റീവായിട്ട് ആ ഒരു ദുരന്തം കൊണ്ടുള്ള ഇമ്പാക്റ്റ് അധികം മോശമാകാത്ത രീതിയിൽ നമുക്ക് എങ്ങനെയൊക്കെ റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നേരത്തെ നമ്മളതിന് എന്തെങ്കിലുമൊക്കെ ഒരു പ്രിക്കോഷൻസ് ഒക്കെ എടുത്ത് പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. Preparedness include the formulation of viable emergency plans, development of warning system, maintenance of inventories and training of personnel. അപ്പോൾ ഈ പ്രിപ്പയർഡ്നെസ്സിൻ്റെ അകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അപകടം ഉണ്ടാകും അല്ലെങ്കിൽ ഒരു ദുരന്തം ഉണ്ടാകും എന്നുള്ള രീതിയിൽ അതിനെപ്പറ്റി കറക്റ്റായിട്ടൊരു പ്ലാൻ നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കാം. അതൊരു തീപിടുത്തം ഉണ്ടായാൽ നമുക്ക് ഏത് വഴി ഇവാക്യുവേറ്റ് ചെയ്യാം, എന്തൊക്കെ മെഷേഴ്സ് നമുക്ക് എടുക്കാം, ഫയർ ഡിപ്പാർട്ട്മെൻറ്റ് വിളിക്കുന്ന നമ്പറുകൾ, അതേപോലെ വാർണിംഗ് സിസ്റ്റം, അതായത് ഒരു ദുരന്തം ഉണ്ടായി കഴിയുമ്പോൾ അതിന് ചുറ്റുമുള്ള ആൾക്കാരെയൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് അലാറം, ലൈറ്റ് പോലത്തെ വാർണിംഗ് സിസ്റ്റംസ് കൊടുക്കുക. മെയിൻ്റനൻസ് ഓഫ് ഇൻവെൻട്രീസ്, ഒരു അപകടം ഉണ്ടാകുമ്പോൾ വിളിക്കേണ്ട നമ്പറുകൾ, മറ്റു കാര്യങ്ങൾ, അതിനൊക്കെ വെച്ചിട്ടുള്ള ഒരു ലിസ്റ്റ് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കണം. അതേപോലെ അപകടം ഉണ്ടാകാനുള്ള ലൊക്കാലിറ്റിയിൽ ജീവിക്കുകയും വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പ്രോപ്പറായിട്ട് ഇവാക്യുവേറ്റ് ചെയ്ത് പുറത്തേക്ക് കടക്കാനുള്ള ട്രെയിനിങ് നമ്മൾ കൊടുത്തിട്ടുണ്ടാകും. It may also embrace search and rescue measures as well as evacuation plans for areas that may be at risk from recurring disaster. അപ്പോൾ ഇത് കൂടാതെ, ഈ പ്രിപ്പയർഡ്നെസ് കൂടാതെ നമുക്ക് ഒരു ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് സെർച്ച് ആൻഡ് റെസ്ക്യൂ മെഷേഴ്സ്, നമുക്ക് പല ആൾക്കാരെയും സാധനങ്ങളൊക്കെ സെർച്ച് ചെയ്യാനും അവരെയൊക്കെ അവിടെ നിന്ന് റെസ്ക്യൂ ചെയ്തെടുക്കാനായിട്ടൊക്കെ ഉണ്ടാകും. അതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള പ്ലാൻ ഉണ്ടാവണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്രിപ്പയർഡ്നെസ്സിൻ്റെ അത് പറയുന്നത്. അടുത്തത് മിറ്റിഗേഷനാണ്. മിറ്റിഗേഷൻ embraces measures taken to reduce both the effect of hazard and vulnerability conditions to it in order to reduce സ്കെയിൽ ഓഫ് ഫ്യൂച്ചർ ഡിസാസ്റ്റർ. അതായത് ഒരു അപകടം ഉണ്ടാകുന്ന സമയത്ത് അത് എത്രത്തോളം നമുക്ക് റെഡ്യൂസ് ചെയ്തിട്ട് അതുകൊണ്ടുണ്ടാകുന്ന ദുരന്തവും അതിലെ ദുർബലതയൊക്കെ നമുക്ക് കുറച്ചെടുത്ത് ഫ്യൂച്ചർ ഡിസാസ്റ്ററിൻ്റെ തോത് നമുക്ക് കുറക്കാൻ പറ്റും. അതിനാണ് നമ്മൾ മിറ്റിഗേഷൻ എന്ന് പറയുന്നത്. Therefore, mitigation activities can be focused on hazard itself or the elements exposed to it. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മിറ്റിഗേഷൻ ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഒരു ദുരന്തത്തെയും അതുകൊണ്ടുണ്ടാകുന്ന അല്ലെങ്കിൽ അത് ദുരന്തം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ത്രെട്ടുകൾ, എലമെൻറ്റ്സ് എന്തൊക്കെയാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. Example of mitigation measures which are hazard specific include water management in drought-prone area, relocating people away from the hazard prone areas and by strengthening structures to reduce the damage when a hazard occurs. അതായത് ഒരു ദുരന്തം ഉണ്ടാകുന്ന സാഹചര്യം അല്ലെങ്കിൽ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് പലതരത്തിലുള്ള മിറ്റിഗേഷൻ ആക്ടിവിറ്റീസ്, അത് കുറക്കാനായിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു കുറച്ച് എക്സാമ്പിൾസ് ആണ്. അതായത് വെള്ളപ്പൊക്കം ഉണ്ടാകാൻ സാധ്യതയുള്ള ഏരിയയിൽ വാട്ടർ മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് ചെയ്യണം. അതേപോലെ ഒരു ദുരന്തം ഉണ്ടാകാൻ സാധ്യതയുള്ള ആൾക്കാരെ ആ ഏരിയയിൽ നിന്ന് റീലൊക്കേറ്റ് ചെയ്ത് ഹസാർഡ് കുറവായിട്ടുള്ള വേറെ ഏരിയയിലേക്ക് മാറ്റി പാർപ്പിക്കണം. അതേപോലെ ഇപ്പോൾ എർത്ത് അങ്ങനത്തെ നാച്ചുറൽ ഹസാർഡ്സ് ഉണ്ടാകാൻ സാധ്യതയുള്ള ഏരിയയിലുള്ള ബിൽഡിങ്സ് ഒക്കെ ആണെങ്കിൽ അവിടെയുള്ള സ്ട്രക്ചേഴ്സിനെയൊക്കെ കുറച്ചുകൂടി സ്ട്രെങ്തൻ ചെയ്യണം. പെട്ടെന്നൊരു ദുരന്തം ഉണ്ടായാലും ഒരുപാട് ഡാമേജ് ഉണ്ടാകാത്ത രീതിയിൽ സ്ട്രക്ചേഴ്സിനെയൊക്കെ നമുക്ക് സ്ട്രെങ്തൻ ചെയ്തെടുക്കാൻ പറ്റും. In addition to these physical measures, mitigation should also aim at reducing the economic and social vulnerabilities of potential disaster. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഫിസിക്കൽ മെഷേഴ്സ് എടുക്കുന്നതിൻ്റെ ഒപ്പം നമുക്ക് ഈ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സാമ്പത്തികവും സാമൂഹികപരമായ വൾണറബിലിറ്റീസ്, ദുർബലതയെ കുറക്കുന്ന രീതിയിലുള്ള മറ്റ് മെഷേഴ്സും നമ്മൾ
എടുത്തിട്ടുണ്ടാവണം. അതിന് വരുന്നതാണ് സ്ട്രക്ചറൽ മിറ്റിഗേഷനും നോൺ സ്ട്രക്ചറൽ മിറ്റിഗേഷനും. അതായത് നമുക്കൊരു ദുരന്തം ഉണ്ടാകാനായിട്ട് അത് നമുക്ക് അവോയ്ഡ് ചെയ്യാനും റെസ്ട്രിക്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് ഡാംസ് കൺസ്ട്രക്ട് ചെയ്യാം, വിൻഡ് ബ്രേക്സ് കൺസ്ട്രക്ട് ചെയ്യാം, ടെറസിങ് എന്ന് വെച്ചാൽ മണ്ണിടിച്ചിലൊക്കെ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലത്തെ കൾട്ടിവേഷൻ ടെറസ് പോലത്തെ കൾട്ടിവേഷൻ ചെയ്യാറുണ്ട്. അതുപോലെ ഹസാർഡ് റെസിസ്റ്റൻസ് ബിൽഡിങ്സിലൊക്കെ ഒന്നും അധികം അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഹസാർഡ് റെസിസ്റ്റൻറ്റ് ബിൽഡിംഗ് കൺസ്ട്രക്ഷനൊക്കെ എടുക്കുക. ഇനി നോൺ സ്ട്രക്ചറൽ മിറ്റിഗേഷൻ വേണ്ടി നമുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ആൻഡ് പോളിസീസ്. അപ്പോൾ ആൾക്കാർക്ക് ഈ ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ അതിന് ഇവാക്യുവേഷൻ ചെയ്യാനും മറ്റാൾക്കാരെ റെസ്ക്യൂ ചെയ്യാനും മാറിപ്പോവാനും പിന്നെ അങ്ങനത്തെ വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻസ് കറക്റ്റായിട്ട് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ലാൻഡ് യൂസസ്, സോണിങ്, ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ, ബിൽഡിംഗ് കോഡ്സ്, ഫോർകാസ്റ്റിംഗ് ആൻഡ് വാർണിംഗ് എക്സെട്ര. അടുത്തത് എക്സ്പോഷർ. അപ്പോൾ എക്സ്പോഷർ എന്ന് പറയുമ്പോൾ സിമ്പിളായിട്ട് സമ്പർക്കം, അതായത് ഒരു അപകടം ഉണ്ടാകുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ആൾക്കാർ, സ്ട്രക്ചേഴ്സ്, ജോലികൾ, കൂടുതലും അതുമായിട്ട് സമ്പർക്കമായിട്ടിരിക്കുന്ന ആൾക്കാർ, അതിനെയാണ് നമ്മൾ സിമ്പിളായിട്ട് എക്സ്പോഷർ എന്ന് പറയുന്നത്. ദ പ്രസൻസ് ആൻഡ് നമ്പർ ഓഫ് പീപ്പിൾ, പ്രോപ്പർട്ടി, ലൈവ്ലിഹുഡ് സിസ്റ്റംസ് ഓർ അതർ എലമെൻറ്റ്സ് ഇൻ ഹസാർഡ് ഏരിയാസ് ആൻഡ് സോ ദെയർബൈ സബ്ജക്റ്റ് ടു പൊട്ടൻഷ്യൽ ലോസ് ഈസ് നോൺ ആസ് എക്സ്പോഷർ. അതായത് ഒരു അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ള ഏരിയയിൽ തൊട്ടടുത്ത് താമസിക്കുന്ന ആൾക്കാർ, അവരുടെ പ്രോപ്പർട്ടി, അവരുടെ ഉപജീവന മാർഗം, മറ്റ് എലമെൻറ്റ്സ്, ഇതെല്ലാത്തിനെയും നമ്മൾ എക്സ്പോഷർ എന്നാണ് പറയുന്നത്. എക്സ്പോഷർ ഈസ് വൺ ഓഫ് ദ ഡിഫൈനിങ് കമ്പോണൻസ് ഓഫ് ഡിസാസ്റ്റർ റിസ്ക്. ഡിസാസ്റ്റർ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയൊരു കമ്പോണൻ്റാണ് എക്സ്പോഷർ എന്ന് പറയുന്നത്. അതായത് റിസ്കിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഒന്ന് ആ ഒരു ദുരന്തം, ഹസാർഡ്, പിന്നെ അതിൻ്റെ ദുർബലത, വൾണറബിലിറ്റി, അതേപോലെ എക്സ്പോഷർ, എത്രത്തോളം ആൾക്കാർ, പ്രോപ്പർട്ടിയൊക്കെ ഈ ഹസാർഡ് ഉണ്ടാകുന്ന ദുരന്തം ഉണ്ടാകുന്ന ഏരിയയിൽ, ലൊക്കാലിറ്റിയിൽ താമസിക്കുന്നുണ്ട്. അതിനാണ് എക്സ്പോഷർ എന്ന് പറയുന്നത്. ഇഫ് എ ഹസാർഡ് ഒക്കേഴ്സ് ഇൻ ആൻ ഏരിയ ഓഫ് നോ എക്സ്പോഷർ ദെൻ ദർ ഈസ് നോ റിസ്ക്. അപ്പോൾ അധികം എക്സ്പോഷർ ഇല്ലാത്തൊരു ഏരിയയിൽ ഒരു അപകടം ഉണ്ടായാൽ നമുക്കവിടെ റിസ്ക് കുറവാണ്. ഫോർ എക്സാമ്പിൾ മരുഭൂമിയിൽ ഒരു ഭൂമി കുലുക്കോ വല്ലതും ഉണ്ടായാൽ അവിടെ ഒരുപാട് പ്രശ്നങ്ങളോ ആളപായമോ ഒന്നും വരാനുള്ള സാധ്യതയില്ല. അപ്പോൾ അവിടെ നമുക്ക് എക്സ്പോഷർ കുറവാണെന്ന് പറയും. ഇപ്പോൾ ഭയങ്കര ഡീപ്ലി കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു കോളനി പോലത്തെ ഏരിയയിൽ ഭൂമി കുലുക്കമോ വെള്ളപ്പൊക്കമോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ ഹൈലി എക്സ്പോഷർ കേസാണ്. അപ്പോൾ അവിടെ ഭയങ്കരമായിട്ടുള്ള റിസ്ക് ഉണ്ടാവും. The extent to which the exposed people or economic assets are actually at risk is generally determined how vulnerable they are, and it is possible to be exposed but not vulnerable. അപ്പോൾ അതായത് ഇവിടെ പറയുന്നത് നമ്മൾ എത്രത്തോളം ആൾക്കാർ എക്സ്പോസ്ഡ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സാമ്പത്തികമായിട്ടുള്ള അസറ്റുകൾ എത്രത്തോളം റിസ്കിലാണ് എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം ദുർബലമാണ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പോൾ നമ്മൾ എക്സ്പോസ്ഡ് ആണെങ്കിലും നമുക്ക് ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള മെത്തേഡും, നമ്മൾ അത്യാവശ്യം കപ്പാസിറ്റി ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് എക്സ്പോസ്ഡ് ആണെങ്കിൽ കൂടെ നമ്മുടെ റിസ്ക് കുറവായിരിക്കും. നമ്മൾ വളരെ ദുർബലമായിട്ടുള്ള ഏരിയയിൽ ദുർബലമായിട്ടുള്ള ആൾക്കാരാണ്, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ എക്സ്പോസ്ഡ് ആണ് എങ്കിൽ നമുക്കുണ്ടാകാൻ പോകുന്ന റിസ്ക് ഹൈലി പ്രശ്നം ഉള്ളതായിരിക്കും. അടുത്തത് എക്സ്പോഷർ തന്നെയാണ്. To reduce disaster risk, it is important to reduce the level of vulnerability and to keep exposure as far as from hazardous as possible by relocating population and property. ഓക്കെ, അപ്പോൾ നമുക്കൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഡിസാസ്റ്റർ റിസ്ക് കുറക്കണമെന്നുണ്ടെങ്കിൽ അവിടെ 3 ഫാക്ടറാണ്. ഹസാർഡ് ഉണ്ടാകുന്ന ഏരിയ നമ്മൾ മാറ്റി നിർത്തണം, നമ്മുടെ എക്സ്പോഷർ മാക്സിമം കുറക്കണം, അതേപോലെ വൾണറബിലിറ്റി കുറവായിരിക്കണം, നമ്മുടെ ദുർബലത കുറവായിരിക്കണം. ഇതെല്ലാം കൂടി ഒത്തുചേർന്ന് കഴിഞ്ഞാൽ ഡിസാസ്റ്റർ റിസ്ക് വളരെ കൂടുതലായിരിക്കും. ഇപ്പോൾ ഈ ഒരു ഫിഗർ നോക്കിയാൽ നമുക്കറിയാം ഡിസാസ്റ്റർ റിസ്ക് ഏറ്റവും കൂടുതലുള്ള ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെയാണ്, ഈ നടുക്കുള്ള പോർഷനാണ്. അപ്പോൾ ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ് ഒന്ന് ഹസാർഡ്, അപകടങ്ങൾ, അതായത് എർത്ത് ഉണ്ടാകാം, സ്റ്റോംസ് ഉണ്ടാകാം, റെയിൻസ് ഒക്കെ ഹെവി ആയിട്ട് വരാം. എക്സ്പോഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൾക്കാരും പ്രോപ്പർട്ടി. അപ്പോൾ ഈ ദുരന്തം ഉണ്ടാകുന്ന ഏരിയയാണ് ഇത്രയും, അതിൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഇത് ഇത്രയും ഏരിയയിലേ ഉള്ളൂ. അപ്പോൾ ഇവരെ ഒന്നും ഹൈലി എഫക്റ്റ് ചെയ്യില്ല, പക്ഷേ ഇവിടെയുള്ള ആൾക്കാരെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. ഇനി അപ്പോൾ ഇത്രയും റീജിയനാണ് ഡിസാസ്റ്റർ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതൽ. ഇനി അതിൻ്റെ അകത്ത് തന്നെ ഏറ്റവും ദുർബലമായിട്ടുള്ള ഏരിയയാണ് ഇത്, പോപ്പുലേഷൻ കൂടിയതും ആൾക്കാർക്ക് സാമ്പത്തികമായിട്ട് പ്രശ്നം ഉള്ളതുമായിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി കോമൺ ആയിട്ട് വരുന്ന പോയിൻ്റ് എന്ന് വെച്ചാൽ ഇവിടെയാണ്, അല്ലേ? ഇവിടെ അപകടമുണ്ട്, എക്സ്പോഷർ കൂടുതലാണ്, ആൾക്കാർ വൾണറബിളുമാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ ഏരിയയിലുള്ള ആൾക്കാർക്കായിരിക്കും ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളത്. അപ്പോൾ ഒരു അപകടം ഉണ്ടായ ഏറ്റവും കൂടുതൽ ലോസ് ഉണ്ടാകാൻ പോകുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇത് 3 കൂടി ഒന്നിച്ച് വരുന്ന ഏരിയാസ് നമ്മൾ മാക്സിമം എലിമിനേറ്റ് ചെയ്താൽ നമുക്ക് ഡിസാസ്റ്റർ റിസ്ക് കുറക്കാൻ പറ്റും. ദ റിഡക്ഷൻ ഓഫ് വൾണറബിലിറ്റി ക്യാൻ ബി അച്ചീവ്ഡ് ത്രൂ സച്ച് മെഷേഴ്സ്
ആസ് മിറ്റിഗേഷൻ ആൻഡ് പ്രിപ്പയർനെസ്. അപ്പോൾ വൾണറബിലിറ്റി, ദുർബലത കുറക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ മിറ്റിഗേഷൻ, അതുപോലെ പ്രിപ്പയർനെസ്, ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അതിനെ അഭിമുഖീകരിക്കാനുള്ള സാഹചര്യങ്ങൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അടുത്തത് എമർജൻസി, അടിയന്തരാവസ്ഥ എന്ന് പറയും. എമർജൻസി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ നോർമൽ കണ്ടീഷനിൽ നിന്ന് വിപരീതമായിട്ട് നമുക്ക് നോർമൽ ജീവിതം, നമ്മുടെ ജോലി ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ പെട്ടെന്നുണ്ടാകുന്നതിനാണ് നമ്മൾ എമർജൻസി എന്ന് പറയുന്നത്. എമർജൻസി ഈസ് എ ഡിസ്റപ്ഷൻ ഓഫ് ദ ഫങ്ഷനിങ് ഓഫ് സൊസൈറ്റി causing human, material and environmental damages and losses which do not exceed the ability of the affected society to cope using only its own resources. അപ്പോൾ എമർജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ, നമ്മുടെ സൊസൈറ്റിയുടെ നോർമൽ ഫങ്ഷനിങ്ങിനെ തടസ്സപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഹ്യൂമൻ ബീയിങ്സ്, നമ്മുടെ മെറ്റീരിയൽസ്, എൻവയോൺമെൻറ്റിലൊക്കെ ഡാമേജസ്, ലോസസ് ഒക്കെ ഉണ്ടാകും. പക്ഷേ അത് നമുക്ക് നമ്മുടെ ഓൺ റിസോഴ്സ് വെച്ച് റെക്ടിഫൈ ചെയ്യാൻ പറ്റുന്ന ലിമിറ്റിൽ ഉള്ളതായിരിക്കണം. അതിനാണ് നമ്മൾ എമർജൻസി എന്ന് പറയുന്നത്. എമർജൻസി ഈസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് നോർമൽ ഓപ്പറേഷൻ കനോട്ട് കണ്ടിന്യൂ ആൻഡ് ഇമ്മീഡിയറ്റ് ആക്ഷൻസ് ഈസ് റിക്വയർഡ് സോ ആസ് ടു പ്രിവെൻറ്റ് ഡിസാസ്റ്റർ. അപ്പോൾ എമർജൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോർമലായിട്ടുള്ള സ്ഥിതി, റോഡ് ട്രാൻസ്പോർട്ടേഷൻ, റെയിൽ ട്രാൻസ്പോർട്ടേഷൻ, നമ്മുടെ ജോലി, നമ്മുടെ എഡ്യൂക്കേഷൻ, ഇതൊന്നും നമുക്ക് ആ സമയത്ത് പോസിബിൾ ആയിരിക്കത്തില്ല. അപ്പോൾ അവിടെ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്താൽ മാത്രമേ ഈ എമർജൻസി കൊണ്ട് ഒരു ദുരന്തം നമുക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ. ആ എമർജൻസി സിറ്റുവേഷൻ അങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പോയാൽ അതിനെ ഒരു ദുരന്തമായിട്ട്, ഡിസാസ്റ്ററായിട്ട് ഡിക്ലെയർ ചെയ്ത് നമുക്ക് മൊത്തത്തിൽ പ്രശ്നമാകും. ഫോർ എക്സാമ്പിൾ, ഒരു ഫോറസ്റ്റ് ഫയർ. പെട്ടെന്നൊരു ഫോറസ്റ്റ് ഫയർ ഉണ്ടായാൽ അവിടെയുള്ള റോഡുകൾ, ട്രാൻസ്പോർട്ടേഷൻ എല്ലാം വീക്കാവും. അതിനെ നമുക്ക് പെട്ടെന്ന് ഇവാക്യുവേറ്റ് ചെയ്ത് മാറ്റാൻ പറ്റിയില്ലെങ്കിൽ അത് സ്പ്രെഡ് ചെയ്ത് ഒരു ദുരന്തമാകും. അതുപോലെ ഓയിൽ സ്പിൽസ്, റോഡ് ആക്സിഡൻറ്റ്സ്, ഔട്ട് ബ്രേക്സ് ഓഫ് എപ്പിഡമിക്, നമുക്കിപ്പോൾ COVID-19 വന്ന പോലത്തെ സിറ്റുവേഷൻസൊക്കെ. When an emergency or disaster affect a city or region, the efforts are conducted initially to care for the wounded, to restore lifelines and basic services, and subsequently to restore livelihoods and to reconstruct communities. Such efforts can be reconstructed in 3 phases. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ അല്ലെങ്കിൽ ഒരു സിറ്റി, ഒരു റീജിയനിൽ നമ്മളൊരു എമർജൻസി ഉണ്ടായാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് അപകടം ഉണ്ടായ ആൾക്കാരെ കെയർ ചെയ്യുക, അവരുടെ ലൈഫ് ലൈൻസൊക്കെ റീസ്റ്റോർ ചെയ്യുക, പുനഃസ്ഥാപിക്കുക. ബേസിക് സർവീസ് ആയിട്ടുള്ള റോഡ്, കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം നമ്മൾ പുനഃസ്ഥാപിക്കണം. സബ്സിക്വൻ്റ്ലി പതുക്കെ അവിടെ ഉണ്ടാകുന്ന ആൾക്കാരുടെ ലൈവ്ലിഹുഡും അവരുടെ ബിൽഡിങ്സും ഒക്കെ പതുക്കെ നമ്മൾ തിരിച്ച് റീകൺസ്ട്രക്ട് ചെയ്ത് കൊണ്ടുവരണം. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമുക്ക് 3 സ്റ്റേജിൽ ചെയ്യാം. റെസ്പോൺസ് ഫേസ്, റീഹാബിലിറ്റേഷൻ ഫേസ്, റിക്കവറി ഫേസ്. ഓക്കെ. അപ്പോൾ ഒരു അപകടം ഉണ്ടായാൽ നമ്മൾ ഈ ഒരു എമർജൻസി സിറ്റുവേഷനെ തരണം ചെയ്യുന്ന 3 ഫേസുകളാണ്. അപ്പോൾ റെസ്പോൺസ് ഫേസ് എന്ന് വെച്ചാൽ ഒരു അപകടം ഉണ്ടാകുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അവിടെ ചെന്ന് അവിടുത്തെ ആൾക്കാരെയൊക്കെ റെസ്ക്യൂ ചെയ്യുക, പെട്ടെന്നുണ്ടാകുന്ന ഡാമേജസ് ചെയ്യുന്ന ആൾക്കാരെയും നമ്മുടെ അസറ്റിനെയൊക്കെ രക്ഷപ്പെടുത്തുക. അതാണ് റെസ്പോൺസ് സ്റ്റേജ് എന്ന് വെച്ചാൽ. റീഹാബിലിറ്റേഷൻ സ്റ്റേജ് എന്ന് വെച്ചാൽ നമ്മൾ ആൾക്കാരെയൊക്കെ രക്ഷപ്പെടുത്തി അവർക്ക് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. ഇനി തകർന്നു പോയ റോഡുകളൊക്കെ ടെമ്പററി ആയിട്ടെങ്കിലും പുനർനിർമ്മിച്ചാൽ മാത്രമേ അങ്ങോട്ടുള്ള വണ്ടികൾ, നമ്മുടെ ഫുഡ് സർവീസസ് ഒക്കെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ടെമ്പററി ആയിട്ട് നമുക്കുള്ള പ്രശ്നങ്ങളെയൊക്കെ നമ്മൾ ആക്ടിവിറ്റീസ് കൊണ്ട് അഭിമുഖീകരിക്കുക. റിക്കവറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടായേക്കുന്ന നാശനഷ്ടങ്ങൾ പൂർണ്ണമായിട്ട് നമ്മൾ റീകൺസ്ട്രക്റ്റ് ചെയ്യുവാണ്. പൊളിഞ്ഞുപോയ പാലങ്ങൾ നല്ല രീതിയിൽ തന്നെ പണിയണം, റോഡുകൾ നല്ല രീതിയിൽ പണിയണം, സ്കൂളുകൾ, ഹോസ്പിറ്റലുകൾ, ആൾക്കാരുടെ വീടുകൾ, ഇതെല്ലാം നമുക്ക് രണ്ടാമത് റീകൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ പറ്റണം. അപ്പോൾ അതാണ് ഈ റെസ്പോൺസ് സ്റ്റേജ്, റീഹാബിലിറ്റേഷൻ ഫേസ്, റിക്കവറി ഫേസ് ആയിട്ട് വരുന്നത്. അടുത്തത് ക്രൈസിസ്. എന്താണ് ഒരു ക്രൈസിസ് എന്ന് നോക്കാം. It is an event that is going or expected to lead an unstable and dangerous situation affecting individual, group, community or all society. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരു ഇവൻ്റ് ആയിരിക്കാം. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതോ അതോ ഇനി നടക്കാൻ സാധ്യതയായിട്ടുള്ള ഒരു ഇവൻ്റാണ്. അതുകൊണ്ട് എന്താണ്, നമുക്ക് അൺസ്റ്റേബിളും ഡേഞ്ചറസും ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകും. അത് അഫക്റ്റ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽസിനെയാകും, ഗ്രൂപ്പിനെയാകും, കമ്മ്യൂണിറ്റിയാകും, അല്ലെങ്കിൽ ഒരു മൊത്തത്തിലുള്ള സൊസൈറ്റിയാകും. ക്രൈസിസ് ഈസ് എ സ്മോളർ വേർഷൻ which may degenerate into a disaster if not properly managed. അപ്പോൾ ക്രൈസിസ് എന്ന് വെച്ചാൽ ആക്ച്വലി ഒരു സ്മോളർ വെർഷനാണ്. നമുക്ക് ഉണ്ടാകുന്നൊരു ചെറിയൊരു പ്രശ്നമായിരിക്കാം. ഇപ്പോൾ ഈ COVID-19 എന്ന് വെച്ചാൽ ആദ്യം ഒരു ക്രൈസിസ് ആണ് അല്ലേ. പെട്ടെന്നൊരു 2 പേർക്ക് അത് നമ്മൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ല, പെട്ടെന്ന് സ്പ്രെഡ് ചെയ്ത് പോയാൽ അത് വലിയൊരു ഡിസാസ്റ്ററായിട്ട് മാറും. അപ്പോൾ ക്രൈസിസ് ഉണ്ടായാൽ നമ്മളതിനെ പ്രോപ്പറായിട്ട് പഠിച്ച് അതിനെ പെട്ടെന്ന് റിസോൾവ് ചെയ്യണം. അതല്ലെങ്കിൽ പെട്ടെന്ന് അത് ദുരന്തമായിട്ട് മാറും. ക്രൈസിസ് ഡെവലപ്സ് ഓവർ ടൈം ആൻഡ് ഡിസാസ്റ്റർ ഈസ് സഡൻ. ക്രൈസിസ് എന്ന് വെച്ചാൽ പതുക്കെ കാലകാലങ്ങളായിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ കൂടിയാണ് ഒരു ക്രൈസിസ് ഉണ്ടാകുന്നത്. ഡിസാസ്റ്റർ എന്ന് വെച്ചാൽ സഡൻ ആയിരിക്കും, പെട്ടെന്ന് എഫക്റ്റ് ചെയ്യുന്നതിനാണ്
ഡിസാസ്റ്റർ എന്ന് വെച്ചാൽ. അടുത്തത് ഡിസാസ്റ്റർ റെസീലിയൻസ്. Disaster resilience is the ability of individual, community, organization and state to adapt to and recover from the hazard, shocks or stress without compromising long-term prospects for development. അപ്പോൾ നമുക്കുണ്ടാകുന്ന ഇൻഡിവിജ്വൽ, കമ്മ്യൂണിറ്റി, ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റിനുണ്ടാകുന്ന അപകടത്തിൽ നിന്ന് നമ്മൾ അതിനെ അഡാപ്റ്റ് ചെയ്യുകയും അതിനെ അപകടങ്ങളിൽ നിന്ന് ഷോക്കിൽ നിന്നൊക്കെ നമ്മൾ റിക്കവർ ചെയ്ത് വരുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഡിസാസ്റ്റർ റെസീലിയൻസ് എന്ന് പറയുന്നത്. Disaster resilience is determined by the degree to which individuals, communities and public and private organizations are capable of organizing themselves to learn from past disasters and reduce their risk to future ones at international, regional, national and local levels. അപ്പോൾ ഡിസാസ്റ്റർ റെസീലിയൻസ് നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ്, കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ഇൻഡിവിജ്വൽസ്, കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പബ്ലിക് അല്ലെങ്കിൽ പ്രൈവറ്റ് ഓർഗനൈസേഷൻ മുമ്പുണ്ടായ ഫ്യൂച്ചർ ഡിസാസ്റ്റർ അപകടങ്ങളിൽ നിന്ന് പഠിക്കുകയും ഫർദർ പാസ്റ്റിലുണ്ടായ ഡിസാസ്റ്ററിൽ നിന്ന് പഠിക്കുകയും ഫ്യൂച്ചറിൽ ഭാവിയിൽ ഇനി അങ്ങനെ ഒരു ഡിസാസ്റ്റർ ഉണ്ടായാലും പണ്ടുണ്ടായ അത്രയും അപകടം ഇല്ലാതെ റിസ്ക് കുറച്ച് നമുക്ക് മേക്ക് ഓവർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ഡിസാസ്റ്റർ റെസീലിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ലെക്ചറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. താങ്ക് യു.